ഹലോ മൈ ഡിയർ ലേണേഴ്സ്. കുറേ നാളായി ഒരു ഗ്യാപ്പ് വന്നു. കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫോർത്ത് സെം സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് സെമ്മിൽ നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള, അതുപോലെ തന്നെ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിൽ റെസ്പെക്റ്റ് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് literature. And over the years numerous Indian authors including novelists, poets, dramatists and essayists have made significant contribution to global literature. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സ്, ഇന്ത്യൻ ഓതേഴ്സ്, നോവലിസ്റ്റ്, പോയറ്റ്സ്, ഡ്രമാറ്റിസ്റ്റ് ഇവരൊക്കെ തന്നെ അവരുടേതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഗ്ലോബൽ ലിറ്ററേച്ചറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദ വർക്ക്സ് ഈസ് വൈഡ്ലി റെഡ്, സർക്കുലേറ്റഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ബൈ റീഡേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ ഈ ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ വർക്കുകൾ ലോകം മുഴുവനുമുള്ള റീഡേഴ്സ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വായനക്കാർ അതിനുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ ഓതേഴ്സ് ഹാവ് ഓൾസോ been receiving acclaim on prestigious platforms such as International Booker Prize and the Booker Prize, showcasing the growing influence and reach of Indian English literature. അപ്പോൾ ഈ ഇന്ത്യൻ റൈറ്റേഴ്സിന് തന്നെ ഇൻ്റർനാഷണൽ അവാർഡ്സ്, അതായത് ബുക്കർ പ്രൈസ് പോലുള്ള അവാർഡുകൾ ഇന്ത്യൻ റൈറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അരുന്ധതി റോയിനെ പോലുള്ള റൈറ്റേഴ്സിന് ബുക്കർ പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും. And the success of Indian authors on the world stage is evident from the fact that 5 Indian authors have won the prestigious Booker Prize. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 5 റൈറ്റേഴ്സിന്, 5 ഓതേഴ്സിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇതുവരേക്കും. 1971 VS നൈപ്പോളിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിക്ക് കിട്ടിയിട്ടുണ്ട്. കിരൺ ദേശായ്, അരവിന്ദ് അഡിക, അരുന്ധതി റോയ് ഇവരൊക്കെയാണ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സ്. And in addition to the Booker Prize, Indian authors have also made the mark on International Booker Prize പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ബുക്കർ പ്രൈസ് കൂടാതെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് പ്ലാറ്റ്ഫോമിലേക്കും അവിടേക്ക് എത്താനും ഇന്ത്യൻ ഓതേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗീതാഞ്ജലി ശ്രീ മെയ്ഡ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ദി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ഇൻ 2022 ഫോർ ഹർ നോവൽ ടോംബ് ഓഫ് സാൻഡ്. അതിൽ ഗീതാഞ്ജലി ശ്രീ എന്ന റൈറ്ററാണ് ആദ്യത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് 2022 അവരുടെ നോവലായ ടോംബ് ഓഫ് സാൻഡ്. ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ബൈ ഡെയ്സി റോക്ക്വെൽ. ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഡെയ്സി റോക്ക്വെല്ലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. And this achievements highlights the diversity and richness of Indian literature. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ്സിലൂടെയൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് എത്രമാത്രം ജനശ്രദ്ധ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അതിന് വേൾഡ് ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഷോർട്ട് ഹിസ്റ്ററി കമ്പയർഡ് ടു അതർ ലിറ്റററി ട്രഡീഷൻ. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറോ അമേരിക്കൻ ലിറ്ററേച്ചറോ ഒക്കെ നോക്കുന്ന സമയത്ത് അതിനേക്കാളൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷനാണ് ഇന്ത്യൻ റൈറ്റിങ്ങിന് ഉള്ളത്. ആൻഡ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഹാസ് evolved rapidly and garnered widespread attention. പക്ഷെ പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇന്ത്യൻ ലിറ്ററേച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫാസിനേറ്റിംഗ് ടു ഒബ്സർവ് ദ ജേർണി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഫ്രം ഇറ്റ്സ് ഹംബിൾ ബിഗിനിങ്സ് ടു ഇറ്റ്സ് കറൻറ്റ് ഫോം. അപ്പോൾ ഈ ഒരു ജേർണി കുറേ ആളുകൾക്ക് മുൻപ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇന്ത്യൻ ലിറ്ററേച്ചർ എത്തി നിൽക്കുന്നിടത്ത് ഇറ്റ് വാസ് എ പ്രോമിനൻ്റ് ആൻഡ് റെസ്പെക്റ്റഡ് പാർട്ട് ഓഫ് ഗ്ലോബൽ ലിറ്റററി കൺസർവേഷൻസ്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഒരു പ്രത്യേക സ്ഥാനം
ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇന്ത്യസ് കൊളോണിയൽ എൻകൗണ്ടർ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മെറ്റീരിയൽ വൈസ് തന്നെയാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ പലരും അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടിയും നല്ലതെന്ന് പറയുന്നതുകൊണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമുക്ക് ഈ ബുക്കിലുള്ള പോലെ തന്നെ പറഞ്ഞു പോകാം. Indian writing in English emerged as a byproduct of India's encounter with the British colonialist. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിൻ്റെ ഒപ്പമാണ് അല്ലേ. അവരുടെ ട്രേഡ്, അവരുടെ കൊമേഴ്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഇതൊക്കെ ഇന്ത്യയിലേക്ക് എത്തിയത് അവരോടൊപ്പം തന്നെയാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് 17th century that British were able to establish a strong connection with India. അപ്പോൾ 17th centuryയിലാണ് ഇന്ത്യയുമായിട്ട് ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടുള്ളത്. Until then Vasco da Gama's discovery and the Dutch had monopolized the trade routes. അപ്പോൾ അതിന് മുൻപ് വരെ വാസ്കോ ഡ ഗാമ, ഡച്ചുകാരൊക്കെയാണ് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, സീ റൂട്ട് കണ്ടെത്തിയിട്ടുള്ളതും. അതിനുശേഷം ഒരു ട്രേഡ് മൊണോപ്പൊളി സ്ഥാപിച്ചെടുക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. And trade important. The English set out to colonize. M.K. Naik had noted that in 1511 a petition addressing King Henry VIII requested that they turn their colonizing endeavor to India. അപ്പോൾ ഇന്ത്യയുമായിട്ട് അവർക്ക് ഒരു ട്രേഡ് റിലേഷൻ സ്ഥാപിച്ചെടുക്കാൻ എല്ലാ ഫോറിൻ കൺട്രീസിനും താല്പര്യമായിരുന്നു. ആൻഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻ ദ ഫസ്റ്റ് ചാർട്ടർ ടു സ്റ്റാർട്ട് ദ ബിസിനസ് ഇൻ ഇന്ത്യ ഫ്രം ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. അപ്പോൾ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ആൻഡ് ദ കമ്പനീസ് ഇനീഷ്യൽ എയിം വാസ് ടു കണ്ടക്ട് ട്രേഡ് വിത്ത് ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നു. ആ കമ്പനിയുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ബട്ട് ഇവൻച്വലി വിത്ത് ദി ഡീജനറേഷൻ ഓഫ് മുഗൾസ് ഇറ്റ് കോൺകേർഡ് ഇന്ത്യ ടെറിട്ടോറിയലി. അപ്പോൾ ആ സമയത്ത് മുഗൾസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അവരുടെ ഡീജനറേഷന് ശേഷം അല്ലെങ്കിൽ അത് കാരണം അവർ ഇന്ത്യയെ കീഴടക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ആൻഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി മാർക്ക് ദ ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വിച്ച് എൻഡഡ് ഇൻ ഓഗസ്റ്റ് 1947. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചത്. അത് 1947 വരെ തുടരുകയും ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെക്കോളേസ് മിനിറ്റ്സ്. ഇത് ഷോർട്ട് നോട്ടിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. മെക്കോളേസ് മിനിറ്റ്സ് ഇറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദി നേറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഹാഡ് നോ പോളിസി ഫോർ എഡ്യൂക്കേഷൻ. അവർക്ക് ആദ്യം വരുന്ന സമയത്ത് ട്രേഡ് നടത്തുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമായിരുന്നു അവരുടെ എയിം. They were profit oriented and concentrated on trade and commerce. അവർ എഡ്യൂക്കേഷനിലൊന്നും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതായത് ഇന്ത്യക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ കുറേ ചേഞ്ചസ് കൊണ്ടുവരണം എന്നൊന്നും അവരാദ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദ മൊണാസ്ട്രീസ് ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് വിത്ത് ദ എയിം ഓഫ് ക്രിസ്ത്യനൈസിങ് ദി ബാർബറിയൻസ്. അപ്പോൾ നേരത്തെ തന്നെ ഈ മിഷനറീസ് സ്കൂൾസും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവരുടെ എയിം എന്തായിരുന്നു? ഈ ഇവിടെയുള്ള ആൾക്കാരെ ക്രിസ്ത്യനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. ആൻഡ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 was the first to seriously think about educating the Indians and allotted a sum of 1 lakh for it. 1813 ചാർട്ടർ ആക്ടിന് ശേഷമാണ് ഇന്ത്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു എയിം ഉണ്ടാവുകയും അതിനായിട്ട് 1,00,000 രൂപ അലോട്ട് ചെയ്യുകയും ചെയ്തത്. ആൻഡ് വിത്ത് ദിസ് ദ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു എഡ്യൂക്കേറ്റ് ദ ഇന്ത്യൻസ്. പിന്നീട് ഏത് മോഡായിരിക്കണം ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്
and one group argued for education through native language, native text. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞു നേറ്റീവ് ലാംഗ്വേജസിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം, നേറ്റീവ് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു ഗ്രൂപ്പ് ദേ സ്റ്റുഡ് ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. മറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞു ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ് ദാറ്റ് ലോർഡ് മെക്കോളെ അറൈവ്ഡ് ആസ് ദി പ്രസിഡൻറ്റ് ഓഫ് ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഇൻ 1834. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ലോർഡ് മെക്കോളെ പ്രസിഡൻറ്റ് ഓഫ് ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് 1834. ആൻഡ് മെക്കോളേസ് മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ വർ പ്രസൻറ്റഡ് ഓൺ ഫെബ്രുവരി 1835. അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെതായ കുറേ ഐഡിയാസ് കൊണ്ടുവന്നു. ആൻഡ് മെക്കോളെ emphasized that effort of colonial government should be to make natives of this country good English scholars. അപ്പോൾ എന്തായാലും ഇവിടെ കൊളോണിയൽ ഗവൺമെൻറ് സ്ഥാപിച്ചു കഴിഞ്ഞു, കൊളോണിയലിസം വന്നു കഴിഞ്ഞു. അപ്പോൾ അതോടെ ഈ ഒരു ഇന്ത്യൻസിനെ, ഇവിടുത്തെ നേറ്റീവ്സിനെ ഇംഗ്ലീഷ് സ്കോളേഴ്സാക്കി മാറ്റാം എന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു. ആൻഡ് ഹി ഹാഡ് എ ഗ്രേറ്റ് contempt for the literature and knowledge, the tradition in Indian languages, and he thought it was up to the British to teach the uncivilized Indians the superior language called English. അപ്പോൾ അന്നത്തെ ഒട്ടും തന്നെ സുപ്പീരിയർ അല്ലാതിരുന്ന അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻസിനെ സുപ്പീരിയർ ലാംഗ്വേജായ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആൻഡ് മെക്കോളെ വാസ് സോ അഡമന്റ് ദാറ്റ് ഹി ഇൻസിസ്റ്റഡ് ഓൺ ഇംപ്ലിമെൻറ്റിംഗ് ദ റെക്കമെൻഡേഷൻ ഓർ എൽസ് ഹി വുഡ് റിസൈൻ ഫ്രം ദ പൊസിഷൻ ഓഫ് പ്രസിഡൻറ്റ്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കാര്യത്തിൽ അദ്ദേഹം അഡമൻ്റായി നിന്നു. അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പ്രസിഡൻറ്റ് സ്ഥാനം തന്നെ റിസൈൻ ചെയ്യും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആൻഡ് ദ ഗവർണർ ജനറൽ ഈൽഡഡ് ആൻഡ് പാസ്ഡ് എ റെസൊല്യൂഷൻ ഓൺ March 7, 1835 കോൾഡ് ദ റെഡ് ലെറ്റർ ഡേ ബൈ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ്. അപ്പം അങ്ങനെ 1835 ഒരു റെസൊല്യൂഷൻ, March 7 ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തത്. അതിനെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് റെഡ് ലെറ്റർ ഡേ എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഈ റെസൊല്യൂഷനിൽ ദ ഗവൺമെൻറ് ഷുഡ് എയിം അറ്റ് പ്രൊമോട്ടിംഗ് സയൻസ് ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എമംഗ് ദ നേറ്റീവ്സ്. അപ്പോൾ ഈ നേറ്റീവ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ സയൻസും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ആൻഡ് ദേ ഓൾസോ ഡിസൈഡഡ് ടു ചാനൽ ഓൾ ഫണ്ട്സ് കെപ്റ്റ് അസൈഡ് ഫോർ എഡ്യൂക്കേഷൻ ടു ബി യൂസ്ഡ് സോളംലി ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനായിട്ട് ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കുറേ ഫണ്ട് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാനും തീരുമാനിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഡിസൈഡഡ് നോട്ട് ടു സ്പെൻഡ് ഗവൺമെൻറ് ഫണ്ട്സ് ഓൺ പ്രിൻറ്റിംഗ് ബുക്സ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഒന്നും അവർ സ്പെൻഡ് ചെയ്യൂല. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യൻ ലാംഗ്വേജിൽ ബുക്സ് പ്രിൻ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ലാംഗ്വേജസിലൊന്നും തന്നെ ബുക്കുകൾ പ്രിൻ്റ് ചെയ്യില്ല. Eventually, in the Woods Dispatch of July 1854, the need to use vernacular languages to educate the masses was emphasized. വീണ്ടും 1854 ഒക്കെ ആയപ്പോഴത്തേക്കും ജനങ്ങളെ വെർണാക്കുലർ ലാംഗ്വേജസിലേക്ക്, മറ്റ് പല പല ഭാഷകളിലും കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ആവശ്യമുണ്ടായി. ആൻഡ് ഹി സജസ്റ്റഡ് ദാറ്റ് ഇംഗ്ലീഷ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ഹയർ ബ്രാഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എന്നുള്ളത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് എന്നുള്ളത് പഠിക്കണം എന്നതും നിർബന്ധമാക്കുകയും ചെയ്തു. ആൻഡ് ചാൾസ് വുഡ്സ് dispatch led to the establishment of Calcutta, Bombay and Madras universities in 1855, and these universities become the crucibles of Indian Renaissance which changed the political, cultural, literary and social lives of Indians. അപ്പോൾ ഇങ്ങനെ ബോംബെ, മദ്രാസ്, കൽക്കട്ട യൂണിവേഴ്സിറ്റികളിലൂടെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇംഗ്ലീഷ് പഠനത്തിലൂടെ ഇന്ത്യക്കാരുടെ കൾച്ചറും അവരുടെ സോഷ്യൽ ലൈഫ്സും എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇതുവരെ മതി. നെക്സ്റ്റ് വീഡിയോയിൽ നേറ്റിവൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെയും കൂടെ വീഡിയോ 4th സെമ്മിൻ്റെ എല്ലാ വീഡിയോസും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ പോലെ തന്നെ ഇതിൽ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബുക്കിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.